പരിശോധന ശക്തമാക്കിയിട്ടും ഇപ്പോഴും സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പോലീസും എക്സൈസും നടത്തുന്ന പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് ഓരോ ദിവസവും പിടിക്കുന്നത്. എന്നിട്ടും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും ലഹരി വിൽപ്പന നിർബാധം തുടരുകയാണ്. പല വഴികളിലൂടെ പല കൈകൾ മറിഞ്ഞ് കേരളത്തിലേക്ക് ലഹരി എത്തിക്കൊണ്ടേയിരിക്കുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള വലിയ ഉപഭോക്തൃ ശൃംഖലയിലേക്ക് ആരും അറിയാതെ അവ കൈമാറുന്നു. നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ലഹരി സംഘം പിടിമുറുക്കുകയാണ്. വ്യാപക ലഹരി വേട്ടയ്ക്ക് പോലീസും എക്സൈസും ഇറങ്ങിയതോടെ ലഹരി വ്യാപനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഓരോ ദിവസവും പിടികൂടുന്നത്. പിടിയിലാകുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാർ, അതിലേറെയും വിദ്യാർത്ഥികളും. ഉത്തരേന്ത്യയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വ്യാപകമായി ലഹരി മരുന്ന് എത്തുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിദേശത്തു നിന്നെത്തുന്ന ലഹരിക്കും കുറവില്ല. രാജ്യത്തെ ലഹരിയുടെ തലസ്ഥാനമായി കേരളം മാറുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലഹരി വിരുദ്ധ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കഴിഞ്ഞ 3 വർഷമായി കേരളം ഒന്നാമതാണ്. കഴിഞ്ഞ വർഷം രാജ്യത്താകെ 89,913 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കേരളത്തിൽ മാത്രമുണ്ടായത് 27,701 കേസുകളാണ്. ലഹരി കേന്ദ്രമെന്ന വിമർശനമുള്ള പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തതാകട്ടെ 9,025 കേസുകളും. കേരളത്തിൽ ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും 2 എണ്ണത്തിൽ മാത്രമാണ് ശിക്ഷാവിധി ഉണ്ടായിട്ടുള്ളത്. 2023-ലും 2022-ലും ഒരു കേസിൽ പോലും ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല എന്നതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.